അമ്മ ഭാരവാഹിക്കെതിരെ ആരോപണം വരുന്നു. ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും നമുക്കറിയാം. അമ്മയുടെ പ്രസിഡൻ്റാണ് ശ്വേതാ മേനോൻ, കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയാണ്. അമ്മയുടെ ഒരു ഭാരവാഹിയാണ് മലയാളത്തിലെ നടൻ ടിനി ടോം. ടിനി ടോമിനെതിരായി അതിശക്തമായ ഒരു ആരോപണം ഇപ്പോൾ വന്നിരിക്കുന്നു. അൻസിബ എന്ന നടിയാണ്. അവരമ്മ ഭാരവാഹിത്വത്തിൽ നിന്ന് രാജിവെച്ച് പോവുകയും ചെയ്തു. തന്നെ ചീത്ത വിളിക്കുകയും തെറി വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് അൻസിബയുടെ ആരോപണം. അങ്ങനെ ഒരു പരാതി അമ്മയുടെ പ്രസിഡന്റ് ശ്വേതാ മേനോന് കൊടുത്തു, കുക്കു പരമേശ്വരനും കൊടുത്തു. അവരത് പതുക്കി, അത് ഒതുക്കി, അതിന് നടപടിയൊന്നും എടുത്തില്ല. അൻസിബ മലയാള സിനിമയിലെ അറിയപ്പെടുന്ന ഒരു നടിയാണ്. അവർ മോഹൻലാലിൻ്റെ ഒപ്പം ദൃശ്യ സിനിമയിലുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരിയായ പെൺകുട്ടി മലയാള സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. ആ കുട്ടി അമ്മയുടെ ഒരു അംഗമാണ്. പക്ഷേ അവരെ ഭീഷണിപ്പെടുത്തുകയും തെറി വിളിക്കുകയും ദേഹോപദ്രവം ചെയ്തു എന്ന രീതിയിലാണ് ഇപ്പം വരുന്ന വാർത്തകൾ. അത് മലയാളത്തിലെ നടൻ ടിനി ടോമാണ്. ഏതായാലും ടിനി ടോമിൻ്റെ പ്രവൃത്തി അത്ര ശരിയായില്ല. അതൊരു സ്ത്രീക്കെതിരാണ്. അമ്മ ഭാരവാഹിയായ ടിനി ടോം ഈ രീതിയിലുള്ളൊരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടപടിയെടുക്കാൻ ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും ബാധ്യസ്ഥരാണ്. അവരത് പതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് നടപടിക്ക് പോകേണ്ടി വരും എന്നാണ് കരുതുന്നത്. അൻസിബയുടെ ഈ അമ്മ ഭാരവാഹത്തിൽ നിന്ന് രാജിവെച്ച് പോവുകയും അതോടൊപ്പം ഇത് വെളിപ്പെടുത്തുകയും അവർ സധൈര്യം സുധീരം ഇതിനെതിരായി ഈ ടിനി ടോമിനും സംഘത്തിനും എതിരായിട്ട് സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു. അവർ ഒറ്റപ്പെട്ടു പോയിട്ടില്ല. കാരണം ഇതേ അനുഭവം തനിക്കുണ്ടായി എന്ന് നീന കുറുപ്പും പറഞ്ഞു കഴിഞ്ഞു. നീന കുറുപ്പ് അൻസിബയ്ക്കുണ്ടായ അതേ രീതിയിലുള്ള അനുഭവം ടിനി ടോമിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടായി തനിക്കും. അങ്ങനെ രണ്ട് സ്ത്രീകൾ പരാതി പറഞ്ഞു. അത് സപ്പോർട്ട് ചെയ്തിട്ട് പല നടിമാരും ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. അമ്മയുടെ ഭാരവാഹിത്വം ആണുങ്ങളിൽ നിന്ന് ഈ ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനൊക്കെ ഏറ്റെടുത്തപ്പം അമ്മ നല്ല രീതിയിൽ സത്യസന്ധമായി മുന്നോട്ട് പോകും എന്നാണ് കരുതിയത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മഹാനടന്മാരുടെ മുമ്പിൽ ഇവരും അശുക്കളാണ്. ഇവർക്കൊന്നും സംഘടനയുടെ പേരിലോ അമ്മയുടെ പേരിലോ അവർക്കെതിരായിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കാനോ അവർക്കെതിരായി സംസാരിക്കാനോ അവർക്കെതിരായി ശബ്ദിക്കാനോ ഇവർക്കാർക്കും കഴിയില്ല. അത് ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ടില്ല. അമ്മയുടെ ഭാരവാഹിത്വം ഏറ്റെടുത്തപ്പം വലിയ പ്രതിപക്ഷം തനിക്കെല്ലാം ഉണ്ടായിരുന്നു എന്ന് മാലാ പാർവതി പറഞ്ഞു. അതുകൊണ്ട് ആ രണ്ടുപേരെയും അവർ സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ പ്രവൃത്തി മൂലം താൻ കാണിച്ചത് വിവേകമില്ലായ്മയാണല്ലോ, തനിക്ക് പറ്റിപ്പോയി എന്നാണ് ആ നടി മാലാ പാർവതി പറയുന്നത്. എന്തായാലും അതേ രീതിയിലുള്ള അവരെപ്പോലെ തിക്താനുഭവം ഉണ്ടായ പല നടിമാരും ഉണ്ട്. എല്ലാവർക്കും ഭയമാണ് അവിടെ നിന്ന് അവർക്കെതിരായിട്ട് പറയാൻ. അതേസമയത്ത് ഈ അൻസിബയ്ക്കും ഉണ്ടായ അതേ രീതിയിലുള്ള അനുഭവം നീന കുറുപ്പിനും ഉണ്ടായി എന്ന് പറഞ്ഞപ്പം അവർക്ക് പറഞ്ഞത് സത്യമാണ്, അത് വെറുതെ ഉണ്ടാക്കി പറയാൻ കഴിയില്ല. നീന കുറുപ്പ് നേരത്തെ മുതൽ അമ്മയുടെ ചില ഭാരവാഹിക്കെതിരായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ യഥാർത്ഥ കള്ളൻ പുറത്തേക്ക് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അവരെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അത് അവരെ മർദ്ദിച്ചിട്ടുണ്ടാവാം, അവരെ ചീത്ത വിളിച്ചിട്ടുണ്ടാവാം, അവർക്കെതിരെ ആക്രോശിച്ചിട്ടുണ്ടാവും. അതൊക്കെയാണ് അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും കമ്മിറ്റിയിൽ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് അൻസിബയുടെ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ എഴുതി കൊടുത്ത പരാതി ഈ രണ്ട് ഭാരവാഹികളും അത് പതുക്കി അയാൾക്കെതിരായിട്ടൊരു നടപടി ഉണ്ടായില്ല. ഇത് പോലീസിലേക്ക് കൊടുക്കുന്നതായിരിക്കും ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഹേമ കമ്മിറ്റിയിൽ നിന്നും എല്ലാം പുറത്തേക്ക് കൊണ്ടുവരണം എന്നിപ്പോൾ ആൾക്കാർ പറഞ്ഞു തുടങ്ങി. മലയാള സിനിമയിലെ പല മാന്യന്മാരും ഈ രീതിയിലുള്ള ടിനി ടോമിനെ പോലെയുള്ള പ്രവൃത്തികൾ ചെയ്തവരും മോശമായി പെരുമാറിയവരും അതുപോലെ തന്നെ മറ്റു രീതിയിൽ അവരെയൊക്കെ ഉപയോഗിച്ചവരും ഒക്കെ പലരും വന്ന് അമ്മയുടെ ആ കമ്മിറ്റിയുടെ മുമ്പിൽ വന്ന് മൊഴി കൊടുത്തെങ്കിലും അതിനകത്ത് താല്പര്യമുള്ള ചില ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും മറ്റും അത് പതുക്കി വയ്ക്കുകയും
അതിൻ്റെ മുഴുവൻ കണ്ടൻസ് വെളിയിലേക്ക് വിടാതിരിക്കുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഈ ഗവൺമെൻറ്റെങ്കിലും അത് അതേപടി പുറത്തു വിടട്ടെ. എന്തിനാണ് പേടിക്കുന്നത്? ഒരു ജുഡീഷ്യൽ കമ്മിറ്റിയാണല്ലോ അത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അത് കാണാനുള്ള അവകാശം പൊതുജനങ്ങൾക്കുണ്ട്. അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ മറച്ചു വെക്കാൻ ഗവൺമെൻറ്റിന് അധികാരമില്ല. അത് അതേപടി ആ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ട് അതേപടി പൊതുജനങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ ഏത് മഹാനായന്മാരായിക്കോട്ടെ. കണ്ടില്ലേ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ നയം, അതിശക്തമായ നയം എടുക്കുന്നത് കണ്ടില്ലേ? DGP റാങ്കിലുള്ളവർക്കെതിരായിട്ട് അവർ കാണിച്ച പേക്കുത്തുകൾക്കെതിരായി കൃത്യമായ നടപടിയിലേക്ക് വരുന്നുണ്ട്. അമ്മയുടെ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അമ്മയ്ക്കെതിരായുള്ള ചില വ്യക്തികൾക്കെതിരായൊക്കെ അതിനകത്ത് ധാരാളം റിപ്പോർട്ടുണ്ട്. എന്നാലും ശ്വേതാ മേനോനും അതുപോലെ തന്നെ കുക്കു പരമേശ്വരനും അമ്മയിൽ നിന്ന് എത്രയും പെട്ടെന്ന് രാജിവെച്ച് പോയി അതിൻ്റെ ഭാരവാഹിത്വം കുറച്ചുകൂടെ സീനിയറായ പക്വതയുള്ള മലയാളത്തിലെ ഏറ്റവും വലിയ സീനിയർ നടന്മാരിൽ ആരെയും ഒരാളെ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത്. അതിനകത്ത് ചില കമൻറ്റുകൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞത് ഇടവേള ബാബുവിൻ്റെ കാലഘട്ടമായിരുന്നു നല്ലത്, കുറേയൊക്കെ അവിടെ നിന്ന് നീതി ലഭിച്ചു. എന്നാൽ ഇപ്പം ചിലർ പറയും ബാലേന്ദ്ര മേനോനെ പോലെയുള്ള സീനിയറായ ഒരാളെ അമ്മയുടെ ഭാരവാഹിത്വം ഏൽപ്പിക്കണം, അത് നല്ല കാര്യം തന്നെയാണ്. നടനും സംവിധായകനുമായ MA നിഷാദ് ഇപ്പം പറഞ്ഞത് ടിനി ടോമിയെ ഒരു പൊതുശല്യമായിട്ട് കണക്കാക്കണമെന്ന്. കാരണം ആണുങ്ങൾക്കും അതേ രീതിയിൽ ഉണ്ടായിട്ടില്ല. ഇയാൾ ആരാണ്? ഇയാൾ എന്താണ്? ഇയാളുടെ അധികാരം? സിനിമയിലൊരു നടനായിട്ട് വന്ന ഒരാൾക്ക് അമ്മയുടെ ഭാരവാഹിത്വം ഉണ്ടെന്ന് വിചാരിച്ച് അതേപോലെ അദ്ദേഹത്തിനെ പോലെ തന്നെ മറ്റു നടന്മാരെയും നടിമാരെയും അവരെ ഭീഷണിപ്പെടുത്താനും അവർക്കെതിരായിട്ട് ചീത്ത വിളിക്കാനും അവർക്കെതിരായിട്ട് നടപടി എടുക്കാതെ അമ്മയുടെ ഭാരവാഹികളെ സ്വാധീനിക്കാനും ഒക്കെ ശ്രമിച്ചു എന്നുള്ള ആരോപണമല്ലേ വരുന്നത്. അതുകൊണ്ട് ടിനി ടോം അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അമ്മയിൽ പോയി ക്ഷമ പറയുക, ആ ഭാരവാഹികൾ ക്ഷമ പറഞ്ഞ് അതിന് പിന്മാറിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് അമ്മയുടെ ഭാരവാഹിത്വം ഉള്ളവരെ അറിയിച്ചിട്ട് അവർ ഇത് പോലീസിന് റെഫർ ചെയ്യാതിരിക്കുന്ന അവരുടെ പ്രതിയാകേണ്ടി വരും. കാരണം അവർ സപ്രസ് ചെയ്തില്ല ഓഫൻസ്, അതിനവർക്ക് അധികാരമില്ലല്ലോ അമ്മയുടെ ഭാരവാഹിക്ക്. അതുകൊണ്ട് ടിനി ടോമിനെതിരായിട്ടുള്ള ആരോപണം എത്രയും പെട്ടെന്ന് അവിടെ നടപടി ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ പ്രസിഡൻറ്റും സെക്രട്ടറിയും നടപടി എടുക്കാതിരിക്കുന്നെങ്കിൽ അത് പോലീസിലേക്ക് റെഫർ ചെയ്യണം. പോലീസ് നടപടി എടുക്കണമല്ലോ. കാരണം അൻസിബ എന്ന ആ പെൺകുട്ടി മലയാളത്തിലെ ചെറുപ്പത്തിലെ ആ കുട്ടി സ്കൂളിലോ കോളേജിലോ കണ്ട് പഠിക്കുമ്പോഴാണ് ആദ്യത്തെ സിനിമയിൽ വരുന്നതൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത്. ആ കുട്ടി ഇത്ര വിഷമത്തോടു കൂടി അത് തുറന്നു പറയാൻ ധൈര്യം കാണിച്ചതിൽ ആ കുട്ടിയെ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് നീന കുറുപ്പും അവർക്കുണ്ടായ തിക്ത അനുഭവങ്ങൾ അവർ പങ്കുവച്ചിട്ടുണ്ട്. അതൊരു മാലാ പാർവതി പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഭാഗത്തു നിന്നുള്ള മോശം പെരുമാറ്റം ഉണ്ടായിട്ടെന്നുള്ള അർത്ഥത്തിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ളതാണ് എന്നുള്ള രീതിയിലാണ് ആ വാർത്തകൾ വരുന്നത്. എന്തായാലും അവർക്ക് ശ്വേതാ മേനോനെയും അതുപോലെ തന്നെ കുക്കു പരമേശ്വരൻ ഭാരവാഹിത്വം ഏൽപ്പിച്ചു കൊടുത്തതിൽ ഇവരോട് അതിനെ ഉത്സാഹിച്ചവരാണ്. അവർക്കിപ്പോൾ അത് വലിയ ഒരു നാണക്കേടായിപ്പോയി എന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ഈ നടപടിക്ക് എത്ര പരിഹാരം കാണുന്നതാണ് ഉചിതം, അല്ലെങ്കിൽ അമ്മയുടെ ഈ പ്രവർത്തന മേഖലകൾ ചുരുങ്ങും. കാരണം അത് പിരിച്ചുവിടേണ്ട സമയം കഴിഞ്ഞു എന്ന് ചിലരും അഭിപ്രായപ്പെട്ടിരിക്കുന്നു.